പ്രിയപ്പെട്ടവരെ, ഈ കഴിഞ്ഞ ധ്യാനത്തിന് ഒരു അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവ് ഇടയാക്കിയപ്പോൾ ഈ അമ്മയുടെ മകന് 12ാം ക്ലാസ് വരെ വേദപാഠം പഠിച്ചു. എല്ലാ ദിവസവും പള്ളിയിൽ പോവുകയും താരബാലനായി ശുശ്രൂഷയൊക്കെ ചെയ്ത് ഇങ്ങനെ മുൻപോട്ട് പോയി. പഠനത്തിന് ശേഷം ജോലി മേഖലയിൽ കയറി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ മകന് മാനസികമായിട്ടുള്ളൊരു തകർച്ചയിലേക്ക് കടന്നുപോയി. ഈ മകനെ ആരോ കൊല്ലാൻ വരുന്നുണ്ട്. ഈ മകനെ എപ്പോഴും ഭയത്തിന്റെ ഒരു അടിമത്തത്തിലേക്ക് കടന്നുപോയി. എപ്പോഴും ഇങ്ങനെ റൂമിലേക്ക് അടച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കടന്നു വന്നു. അതിനുശേഷം മദ്യത്തിന് അഡിക്റ്റ് ആവുകയും വല്ലാത്ത ഒരു തകർച്ചയിലേക്ക് ഈ മകൻ കടന്നുപോയി. എന്നിട്ട് ഈ അമ്മ ഇരുന്നിങ്ങനെ കണ്ണുനീരോടുകൂടി പറഞ്ഞു, മകന്റെ ഈ ഒരു അവസ്ഥയിൽ നിന്ന് മാറ്റം വരുവാന് ഈശോയോട് പ്രാർത്ഥിക്കണം. കാരണം ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട്, ഈശോ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഈ അമ്മ ഇങ്ങനെ കരയുവാൻ തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു മകന് വേണ്ടിയല്ല, മാതാപിതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പറഞ്ഞു. അങ്ങനെ ഈ മാതാപിതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ 1-ാം പ്രമാണ ലംഘനവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ വെളിപ്പെട്ട് വന്നപ്പോൾ ഇവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. എന്തോ ഒരു പ്രതിസന്ധി വന്നപ്പോൾ ആരോ ഒരാൾ പറഞ്ഞു ഇന്ന സ്ഥലത്ത് പോയി ഇന്ന കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ആ പ്രതിസന്ധിയൊക്കെ മാറിക്കിട്ടും എന്നിങ്ങനെ പറഞ്ഞ് അവരത് പോയി ഇതെല്ലാം ചെയ്യുകയൊക്കെ ചെയ്തു. അപ്പോൾ ഏതോ ധ്യാനത്തിന് പങ്കെടുത്തപ്പോൾ അതിങ്ങനെ പറഞ്ഞപ്പോൾ ഞങ്ങൾ പോയി കുമ്പസാരിക്കുകയൊക്കെ ചെയ്തതാണ് എന്നിങ്ങനെ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രത്യേകിച്ച് 1-ാം പ്രമാണമൊക്കെ ലംഘനം നടത്തുമ്പോൾ നമ്മൾ പോയി സിമ്പിളായിട്ട് പോയി കുമ്പസാരത്തിൽ അത് പറഞ്ഞിട്ട് ഇങ്ങോട്ട് പോരും. പക്ഷെ പിശാച് ഏതെങ്കിലും തരത്തിൽ നമ്മുടെ കുടുംബജീവിതത്തെ അല്ലെ മക്കളുടെ ജീവിതത്തെ തകർക്കുവാൻ വേണ്ടി ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, യൂദാസിന്റെ ലേഖനത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്. പ്രധാന ദൂതനായ മിസ്റ്റർ മിഖായേല് മോശയുടെ ശരീരത്തെ ചൊല്ലി പിശാചിനോട് തർക്കിക്കുന്നത്. കാരണം നമുക്കറിയാം ഭൂമിയിലെ സൗമ്യനായ മനുഷ്യനായിരുന്നു. ഇസ്രായേൽ ജനത്തെ മോചിപ്പിക്കുവാൻ വേണ്ടി തിരഞ്ഞെടുത്ത മോശ, ദൈവം മോശയോട് നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. ആ മോശയുടെ ശരീരത്തെ ചൊല്ലി പിശാച് തർക്കിക്കുമ്പോൾ, കാരണം മോശ ദൈവം പറഞ്ഞതിന് വിപരീതമായിട്ട് ഒരു കാര്യം ചെയ്യാതിരുന്നപ്പോൾ അനുസരണക്കേട് കാണിച്ചു. അതിന്റെ ഫലമായിട്ട് മോശയുടെ ശരീരത്തെ ചൊല്ലി പിശാച് മിഖായേൽ ദൂതനുമായിട്ട് തർക്കിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ നമ്മുടെ ജീവിതത്തിലൊക്കെ എത്രമാത്രം നമ്മൾ ഇതുപോലെയൊക്കെയുള്ള തെറ്റുകളൊക്കെ ചെയ്യുമ്പോൾ പിശാച് ഇതിനു വേണ്ടിയൊക്കെ നമുക്ക് വേണ്ടി കർത്താവിന്റെ സന്നിധിയിൽ വില പറയും. അവൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അവന്റെ മേലെ എനിക്ക് സ്വാധീനം വേണമെന്നൊക്കെ പിശാച് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഇതിൽ നിന്നെല്ലാം വിടുതൽ കിട്ടണമെങ്കിൽ നമ്മൾ ഉപവാസമെടുത്തും നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ വില കൊടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഇതുപോലെയൊക്കെയുള്ള പൈശാചിക സ്വാധീനങ്ങളിൽ നിന്നൊക്കെ നമുക്ക് വിടുതൽ ലഭിക്കും. പ്രിയപ്പെട്ടവരെ, ഈ അമ്മയോട് പറഞ്ഞു എല്ലാ ദിവസവും വിശുദ്ധ ബലിയിൽ സംബന്ധിച്ച് അല്ലെങ്കിൽ വിശുദ്ധ കുർബാനയൊക്കെ അർപ്പിച്ച് ഈ മകന് വേണ്ടി പ്രാർത്ഥിക്കണം. ഉപവാസം എടുത്തൊക്കെ മാതാപിതാക്കന്മാര് പ്രാർത്ഥിക്കുമ്പോൾ ഈ മകനിൽ നിന്ന് ഇതുപോലെയുള്ള ഈ പൈശാചിക സ്വാധീനങ്ങളൊക്കെ വിട്ടുമാറിപ്പോകും എന്നിങ്ങനെ പറഞ്ഞു. ഏതായാലും ഈ അമ്മച്ചയ്ക്കും ഈ മകനും കുടുംബത്തിനും വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചു. കർത്താവ് ഇവരെ അനുഗ്രഹിച്ചു. പ്രിയപ്പെട്ടവരെ, ഞാനത് പറയുമ്പോൾ നമ്മൾ 1-ാം പ്രമാണമൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ സിമ്പിളായിട്ട് ഇങ്ങനെ ചിന്തിക്കും, 1-ാം പ്രമാണം ചെയ്തല്ല എന്നാൽ ഞാനൊന്ന് പോയി കുമ്പസാരിച്ചേക്കാം. അങ്ങനെ കുമ്പസാരത്തിൽ ഏറ്റു പറഞ്ഞിട്ട് നമ്മളിങ്ങോട്ട് പോരും. പക്ഷെ പിശാച് ഏതൊക്കെ തരത്തിൽ നമ്മളെ വീഴിക്കുവാൻ വേണ്ടി അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് ഓർത്തെങ്കിലും ചുറ്റി നടക്കുമ്പോൾ നമ്മുടെ ചെറിയ ഒരു മൈനസ് ഉണ്ടെങ്കിൽ അതിന്റെ അത്തൽ കയറി പിടിച്ച് പിശാച് നമ്മളെയും നമ്മുടെ കുടുംബത്തെയും ആത്മീയ ജീവിതത്തെയും ഭൗതിക ജീവിതത്തെയൊക്കെ തകർക്കുവാൻ വേണ്ടി ശ്രമിക്കും. നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുകയും നാളെ നിങ്ങളുടെ ഇടയിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. എന്നാൽ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈശോ സക്കേവൂസിന്റെ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഈശോ പറയുന്നുണ്ട് ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. കാരണം സക്കേവൂസ് കർത്താവിന്റെ മുമ്പിൽ തന്നെ സമർപ്പിച്ച് കർത്താവിന്റെ മുമ്പിൽ സറണ്ടർ ചെയ്തപ്പോൾ ഈശോ പറയുന്നുണ്ട് ഇന്ന് ഈ ഭവനത്തിന്, നാളേക്കല്ല ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ 1 തൊട്ട് 10 വരെ പ്രമാണ ലംഘനങ്ങളിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ കുമ്പസാരിച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഈശോയെ സ്വീകരിച്ച് അതിന് പരിഹാര പ്രവൃത്തികളൊക്കെ ചെയ്ത് നമ്മളെ തന്നെ എളിമപ്പെടുത്തി ഉപവാസമൊക്കെ എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഈ പൈശാചിക സ്വാധീനങ്ങൾ നമ്മളിൽ നിന്ന് നമ്മുടെ മക്കളിൽ നിന്നെല്ലാം വിട്ടുമാറിപ്പോകും.